മണാലിയിൽ എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ള 2-3 വീഡിയോസ് നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ. ഞങ്ങൾ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മണാലിയിലുള്ള ആർമി സ്റ്റേഷനിലാണ് സ്റ്റേ ചെയ്തത്. അവിടെ ഞങ്ങൾ ഓൾറെഡി റൂം വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ രാത്രിയായപ്പോൾ അവിടെ എത്തി. ചെറിയ ചെറിയ സ്നോയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ സെറ്റിലാവുന്ന തിരക്കിലായിരുന്നു കേട്ടോ. That's snow. Oh, nice. It's good and hard, like Yeah. ice. Let's show me the room. Room. Yeah. Come with me. So റൂമൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി റൂമായിരുന്നു കേട്ടോ. എല്ലാ സൗകര്യങ്ങളോട് കൂടിയ റൂമായിരുന്നു. നല്ല ബാത്റൂമൊക്കെ ആയിരുന്നു. അവർ ഹീറ്ററൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് വലിയ സുഖത്തിൽ ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പറയാം. കാരണം നല്ല തണുപ്പായിരുന്നു കേട്ടോ. ആ ഹീറ്ററൊന്നും പോരാ ആ തണുപ്പൊന്ന് നമ്മളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. എല്ലാവരും കണ്ടില്ലേ, നല്ല തണുപ്പും നല്ല ജാക്കറ്റൊക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒരു നമ്മൾ വെതറൊക്കെ നോക്കിയപ്പോൾ ഞങ്ങൾ ചെന്ന് അന്ന് രാത്രിയിൽ നല്ല സ്നോ ഫോളിന് നല്ല സാധ്യതയുള്ള ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഞങ്ങൾ 2 മണി 3 മണി ആ സമയത്തൊക്കെ ചെറുതായിട്ട് ഞങ്ങളിങ്ങനെ എല്ലാം വെച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു മഞ്ഞ് പെയ്യുന്നുണ്ടോ എന്നൊക്കെ. കാരണം ഒരു 12 മണി 1 മണി 2 മണി എന്നൊക്കെ നമുക്ക് വെതറിൽ കാണാമായിരുന്നു മഞ്ഞ് സ്നോഫോൾ ഉണ്ടാകുന്നുള്ളത്. അങ്ങനെ നമുക്ക് മെസ്സിൽ ചിക്കനും ചപ്പാത്തിയും ഒക്കെ ആയിരുന്നു ഫുഡ്. ഞങ്ങൾ അവിടെ നിന്ന് വയറ് നിറയെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ ടൈമിൽ നമ്മുടെ സ്റ്റേയിൻ്റെ അവിടെ. വേറെ ബുക്കിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. നോക്കട്ടും പിന്നെയും കുറേ സ്നോ ഒക്കെ എൻജോയ് ചെയ്തു രാത്രിയിൽ. അങ്ങനെ ഞങ്ങൾ കിടന്ന് രാവിലെ എണീറ്റപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഇതാ നമ്മുടെ മഞ്ഞ് പെയ്ത് തുടങ്ങി. നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് തൊട്ട് ലാസ്റ്റ് സ്റ്റേജ് വരെ കാണാൻ പറ്റി. കണ്ടോ, മഞ്ഞ് താഴെ ഫസ്റ്റ് വീഴുമ്പോൾ മഴ പോലെ ആട്ടോ ഇങ്ങനെ നനഞ്ഞാണ് ഇരുന്നത്. പിന്നെ അത് പതുക്കെ ഫ്രോസ്റ്റായി നമുക്ക് കാണാം. ഒരു ഭയങ്കര വലിയ അനുഭവമായിരുന്നു ഈ ഒരു സ്നോഫോൾ എന്ന് പറയുന്നത്. നമ്മൾ ലൈഫിൽ ഒരു തവണ കണ്ടിരിക്കേണ്ട ഒരു മഹാവിസ്മയമാട്ടോ ഇത്. പിന്നെ ഇതിങ്ങനെ നിറഞ്ഞ് നമ്മുടെ ആ ഏരിയ മൊത്തം മഞ്ഞായി. നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഫുള്ള് മഞ്ഞിൽ മൂടിയിരിക്കുന്നത്. ആ ഹില്ല് വരെ നിങ്ങൾ നോക്കണേ, ആ മലയിൽ വരെ മഞ്ഞ് മൂടിയിരിക്കുന്നത് കാണാം. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. സ്റ്റേഷൻ മൊത്തം മഞ്ഞിൽ കവർ ചെയ്തിരിക്കുന്ന ഭംഗി എന്താണെന്നുള്ളത്.